ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടിന്റെ വീഡിയോ കഴിഞ്ഞാന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നിട്ടാ. ഇല്ലട്ടാ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെ, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വലയിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ ബോട്ടിന്റെ മുന്നിൽ ഞാൻ വന്ന് നിന്ന് ഇഷ്ടം പോലെ ഡോൾഫിനുകൾ നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. ആദ്യം 1-2 ഉണ്ടായുള്ളൂ, പിന്നെ ഒരു കൂട്ടം തന്നെ നമ്മുടെ ബോട്ടിന്റെ മുന്നിലേക്ക് വന്നിട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ മാറി ഒരു കളി കാണാൻ നിൽക്കണമെങ്കിൽ ഇഷ്ടം പോലെ നേരം ഇവർ നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കോട്ടെ. നമ്മളൊന്ന് മാറി നോക്കി, അപ്പൊ തന്നെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കി ഇവർ ആ മുമ്പിൽ നിന്ന് മാറിക്കളയും. കണ്ട, കാരണം ഞാനിത് മനസ്സിലാക്കിയുണ്ടോ, ഒരു പ്രാവശ്യമല്ല 4-5 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പോയി. അല്ലാത്തപ്പോൾ ബോട്ടിൻ്റെ മുമ്പിൽ എത്ര ദൂരം വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഓരോരോ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കട്ടെ. സമയം ഒരു 3:30 മണിയായപ്പോഴേക്കും നമ്മൾ വല തട്ടാനായിട്ട് തുടങ്ങിയിട്ടാ. നല്ല തെളിഞ്ഞ ആകാശവും അതുപോലെ എന്താ പറയുക, ചെറിയ രീതിയിൽ കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വല ഇളകിപ്പോണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുന്നത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം, ഒരു വലയുടെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടാപ്പെന്ന് ഇവർ പറയും. ഒരു കട്ടാപ്പിൻ്റെ നീളം ഏകദേശം 1.5 ഞോട്ടിക്കലോളം വരോട്ടെ. അതുപോലെയുള്ള ഏകദേശം ഒരു 9 കട്ടാപ്പോളം നമ്മൾ ഇറക്കും. 13-12 ഞോട്ടിക്കലോളം നമ്മുടെ വലയുണ്ടാവട്ടെ. ഈ വെള്ളത്തിലേക്ക് ഇറക്കണ ഈ മുളക്കമ്പിനാണ് നമ്മൾ കൊടിക്കമ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ലൈറ്റും ഉണ്ട്, പിന്നെ ഓറഞ്ച് കളറി കണ്ണ് റഡാറുണ്ട്. അതായത് ഈ വല എവിടെയാണ് കിടക്കണേന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് വലയുടെ തുടക്കത്തിലും അതുപോലെ എൻഡിലും ഇടപെട്ടോണം. റഡാർ ഉണ്ടാവുന്നത് തുടക്കത്തിൽ മാത്രമാണ്, പിന്നെ ലൈറ്റ് എൻഡിലും അതുപോലെ തുടക്കത്തിലും ഉണ്ടാവട്ടെ. ഇന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടലിൽ മാത്രം കിട്ടുന്ന ഒരു തരം കൂന്തലുണ്ട്. അതിനാ ജെയിൻസ് കുഡ് എന്നൊക്കെ പറയോട്ടെ. അതിൻ്റെ ഒരു ചെറുതിനെയാണ് നമുക്ക് കിട്ടിയത്. അതിനെയാണ് നമ്മളിന്ന് കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാഗരാജണ്ണൻ അതിനെ ക്ലീനാക്കി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന വേണ്ടിയിട്ടാണ്. ഒരെണ്ണുള്ളൂ. എല്ലാ ദിവസവും ചൂരയുടെ തന്നെ പല വിഭവങ്ങൾ കഴിച്ച് മടുത്ത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ഉണ്ടാകും. അപ്പോൾ കുറച്ചുള്ളതെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച് നമ്മളൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോണം. കൂട്ടുകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാളയും തക്കാളിയും അതുപോലെ കുറച്ച് സംഭവങ്ങളെല്ലാം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കില്ല, അത് തന്നെ കൂട്ടുകറി ഇട്ടാ. നല്ല വേവുള്ള സാധനമാണിത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നേരെ കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെക്കേണ്ട. അതിനുശേഷം ഒരു 3-4 വിസിലടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഒലത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടൂല നമുക്ക്. ഉപ്പിൽ വേവിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജാക്സൺ കറി വെച്ചോളാന്ന് പറഞ്ഞിട്ടാ. ജാക്സൺ നമ്മുടെ ബോട്ടിലെ സ്രാങ്കാണ്ട. എന്നേലും പ്രായം കുറവാണ്ട. എല്ലാ സ്രാങ്കുമാരായാലും കടലിലേക്ക് വന്ന പാടി തന്നെ സ്രാങ്കായിട്ട് കയറിയല്ലിട്ടാ പോണ. ഓരോരോ പണികൾ ചെയ്ത് ഓരോരോ പൊസിഷനിൽ ഇരുന്നിരുന്നാണ് അവർ സ്രാങ്ക് എന്ന് പറയുന്ന ആ ഒരു വലിയ ഇതിലേക്ക് എത്തുന്നത്. കാരണം ജാക്സന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ 4-5 വർഷത്തോളം കിച്ചണിൽ ഈ ഫുഡ് വെക്കണ ആളായിട്ടാണ് പോയിരുന്നത്. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ സൈഡിലെ ഡ്രൈവറിന്റെ പണി ചെയ്ത്. ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ സൈഡ് നോക്കണ ആൾക്കാരാണ് ബോട്ടിൽ ഡ്രൈവർ എന്ന് പറയുന്നത്. സ്രാങ്കിനെ ഫസ്റ്റ് സ്രാങ്ക് എന്ന് പറയും, അതുപോലെ ഇടസ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്രാങ്ക് എന്ന് പറയും. അങ്ങനെ ഇഷ്ടംപോലെ ജോലികൾക്ക് ശേഷമാണ് ജാക്സൺ ഈ ബോട്ടിനകത്ത് സ്രാങ്കായിട്ട് പോണത്. ബിരിയാണി, കണവ, ചോറ്, രസം, കേര വറുത്തത്, അടിപൊളി. ഇത് കാണുമ്പോൾ ഇവൻ ഒറ്റക്ക് കഴിക്കാനാണെന്ന് വിചാരിക്കും. അല്ലട്ടാ, എനിക്കും അവനും കൂടി ഉള്ളതാണ് അവൻ എടുത്തേക്കണത്. കൊഞ്ചം റൈസ്, അപ്പുറം എന്താ ഫ്രൈ, മീൻ ഫ്രൈ, അപ്പുറം കണവ. എപ്പടി ഇருக்கு? അടിപൊളി. വല വെച്ച് ഏകദേശം ഒരു 8 മണിയായപ്പോഴേക്കും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടാ. ഇനി ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾ വല പിടിക്കും. ആങ്കറിലാണ് ഇപ്പൊ കിടക്കണത്. 11:30 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ടാ. അപ്പൊ ഈ വല ഇനി എടുത്ത് കഴിയുമ്പോഴേക്കും ഫുള്ള് കയറി കഴിയുമ്പോഴേക്കും നാളെ രാവിലെ 7 മണി വരെ ആവട്ടെ. കാരണം വല ഇളക്കണം അത്രയും സ്പീഡിലായിരിക്കില്ല വല കയറി വന്നത്. അതിൻ്റെ ഇടയിൽ മീൻ വരുമ്പോൾ ചിലപ്പോൾ ചില ഉടക്കുകൾ വരുമ്പോൾ വലിയ വലിയ മീനുകളൊക്കെ വരുമ്പോൾ കുറച്ച് ഡിലേ വരും.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മര്യാദകളൊന്നും ഉറങ്ങാനായിട്ട് പറ്റില്ല. 7 മണി വരെ നമ്മൾ ഈ വല എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു 2 മണിക്കൂർ നമ്മൾ ഉറക്കും. അത് കഴിഞ്ഞ് പിന്നെ വല തുന്നണം, എന്തെങ്കിലും ഉടക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വല തുന്നണം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 4 മണിയാകുമ്പോഴേക്കും 4 മണി വരെയും വല തുന്നൽ. അത് കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ പിന്നെ നമ്മൾ നേരെ വല ഇട്ട് കഴിയുമ്പോൾ 8 മണിയാവും. 8 മണി കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് ഉറങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വല പിടിക്കാനായിട്ട് എണീക്കണം. ഇത് തന്നെയാണ് 10-28 ദിവസത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോണത്. വലിയ മീൻ എന്തോ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ കണ്ട ഒരു കട്ടക്കൊമ്പനാണ്. ആൽബർട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ടാ. വലിയ മീനുകൾ കുടുങ്ങുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയിട്ടിട്ട് മീൻചിന്ന് പൊക്കി കയറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലയുന്ന തട്ടി അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ മീന ഇവരിവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലാന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കട്ടക്കൊമ്പൻ എന്നാണ് പറയണത്. കണ്ട ഇതുപോലെയുള്ള ജിമിട്ടന്മാർ ഇനിയും വരാൻ കിടക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കും കടലിൽ പോയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അത് ചെറിയൊരു പന്നിക്കോലാൻ കിട്ടിയിട്ടുണ്ട്. പന്നിക്കോലാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പ് അത്യാവശ്യം നല്ല നീളമായിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പന്നികളെ കൂട്ടാണ്. അതിൻ്റെ മാംസം പന്നിയുടെ കൂട്ടാണ് കറക്റ്റ് ഇരിക്കുന്നത്. അതാണ് അതിനെ പന്നിക്കോലാന്ന് വിളിക്കുന്നത്. വീണ്ടും നമ്മൾ വല കയറ്റിക്കൊണ്ടിരിക്കേണ്ട. ഇത് കണ്ട ഓരോ കട്ടാപ്പും വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം മീനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബോയ വെള്ളത്തിൽ താന്നത് നമുക്കറിയാൻ പറ്റും. അപ്പം മീനുണ്ടെന്ന്. അപ്പോൾ സമയം ഇപ്പം നേരം വെളുത്ത് പയ്യെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നോക്കി അതിനകത്തെന്തോ മീൻ കുടിയും കിടക്കുന്നുണ്ട്. അടുത്ത പന്നിക്കോലാനാണ് ആ കുടിയും കിടക്കണം. നോക്കി കണ്ട ദേവന് വീഞ്ചിൽ പൊക്കിയെടുക്കണേന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഞ്ചിൽ പൊന്തൂല. അപ്പോൾ വല പുറത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പൊക്കിയെടുക്കണേട്ടോ. അല്ലെങ്കിൽ വീഞ്ചു ഇതെല്ലാം പൊളിഞ്ഞു. നമുക്ക് കിട്ടുന്ന മീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ കണക്കിന് ഭാരമുള്ള മീനുകളായിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 100 കിലോൻ്റെ പന്നിക്കോലാൻ വന്നതിന് വേണ്ടി കാണും. அம்மா இதெல்லாம் டெலிவரி 4 டெலிவரி. ഇത് കണ്ട നമുക്ക് കിട്ടിയ പന്നിക്കോലാന്റെ കൊമ്പാണ്ടി കാണുക. ഈ മീനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ, ഇത് കൊമ്പുകൾ കൊണ്ട് മീനുകളെ ആക്രമിച്ചതിന് ശേഷമുണ്ട് ഭക്ഷിക്കുന്നത്. ഇതിനുള്ള കൊമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. ഇത് വെച്ച് കുത്തി മീനുകളെ കൊന്നതിന് ശേഷമാണ് ഇതുങ്ങൾ ഭക്ഷിക്കുന്നത്. മെയിൻ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളുടെ കൊമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അതെ അടുത്തെന്തോ മീൻ കുടുങ്ങിയിട്ടുണ്ട് വലയിൽ. രാവിലെ വന്യ പയ്യെ